ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വന്നിട്ട് ജോൺ കീറ്റ്സ് എഴുതിയ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്നുള്ളൊരു പോയമാണ്. അപ്പോൾ റൊമാൻറ്റിക് പോയറ്റ്സിൽ വെച്ച് ഒരു പോപ്പുലർ പോയറ്റാണ് ജോൺ കീറ്റ്സ്. എന്നാൽ അദ്ദേഹം ആദ്യം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ പോയം എന്നുള്ള അതുപോലെ ലിറ്ററേച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പോലെ ഇഷ്ടമാണ്. പിന്നെ അവരുടെ ചൈൽഡ്ഹുഡാണെങ്കിലും അവർ ജീവിച്ചിരുന്ന കാലമൊന്നും അധികം സന്തോഷം അവർക്ക് ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ TB, അവരുടെ അമ്മയ്ക്ക് TB ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര തന്നെ കുട്ടികൾ അവർക്ക് ഇങ്ങനത്തെ പാരൻസിന് TB ഉണ്ട് വെച്ചാൽ എത്ര തന്നെ കുട്ടികളുണ്ടെങ്കിലും അത്രയും പേര് മരിക്കും എന്നുള്ളതാണ് അന്ന് അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഇവരുടെ കണ്ടീഷൻ വന്നിട്ട് കുറച്ചൊക്കെ മരണത്തോട് അടുക്കുമ്പോഴൊക്കെ കൂടുതൽ മോശമായി തുടങ്ങി. എന്നാലും പോയം എഴുതുന്നൊന്നും അദ്ദേഹത്തിനെ തടഞ്ഞില്ല. അപ്പോൾ ഇനിയൊരു വേൾഡ് ഫേമസ് പോയമാണ് ഓഡ് ടു എ നൈറ്റിംഗിൾ. അത് അവരുടെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയതാണ്. അപ്പോൾ ഇത് വന്നിട്ട് അവരൊരിക്കൽ ഒരു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി വിസിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അവിടെ പ്രതീക്ഷിക്കാതെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഏൺ കണ്ടു. ഏൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതാഭസ്മം സൂക്ഷിക്കുന്ന ഒരു പാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ കൾച്ചറിലൊക്കെ നോക്കുമ്പോൾ പറഞ്ഞാൽ ഒരു മൺചട്ടിയിലാണ് അത് ചിതാഭസ്മം സൂക്ഷിക്കുന്നത്. എന്നാൽ ഇത് ഗ്രീക്ക് കൾച്ചറാണ്, പണ്ടത്തെ ഗ്രീക്ക് കൾച്ചറാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പുരാവസ്തു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇന്ന് പെട്ടെന്ന് തിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക വെച്ചാൽ ആർക്കിയോളജിസ്റ്റൊക്കെ ഈ പുരാവസ്തു ഗവേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മെനക്കെടുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ പഴമ വെച്ച് തന്നെ എവിടത്തെയാണെന്നും ഏത് കാലഘട്ടത്തെയാണെന്നുള്ളതും അവർക്ക് പറയാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഏതൊരു പുരാവസ്തു ആണെങ്കിലും കൂടുതലും എന്താ വെളിപ്പെടുത്തുന്നത് വെച്ചാൽ അത് ഏത് നാട്ടിലത്തെയാണോ ആ നാട്ടിലത്തെ കൾച്ചറിനെയും കൂടെ അത് അറിയിക്കും. ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് എന്താ വെച്ചാൽ മൺചട്ടിയും മൺപാത്രം. അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ മെയിൻ ഒരു തൊഴിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും കൊണ്ടായിരുന്നു കൂടുതൽ. അപ്പോൾ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു നാടായതുകൊണ്ട് അതിൻ്റെ രീതിക്കാണ് എല്ലാം പോവുക, ഒക്കെ നാച്ചുറൽ പ്രോഡക്ട്സ്. എന്നാൽ ഇവിടെ ഗ്രീക്ക് കൾച്ചറിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാത്രമായിരുന്നു. അപ്പോൾ അത് ഏത് മെറ്റൽ വെച്ചിട്ടാണോ അതോ മണ്ണും കൊണ്ടാണോ എന്നുള്ളത് അത്ര ക്ലിയർ ആയിട്ട് ഡെപിക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സാധാരണ ഒരു പാത്രം മാത്രമായിരുന്നില്ല. ഇപ്പം നമ്മുടെ ഏൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ, ഇപ്പോൾ ക്ലേൻ്റെ കളർ എന്താ വെച്ചാൽ ആ കളർ മാത്രം. പക്ഷേ ഈ ഏണിനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് കീറ്റ്സിൻ്റെ അട്രാക്ഷനും ഇതിലുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ ഒരു 3 പിക്ചർ ഇതിൽ കാണുന്നുണ്ട്. ഈ 3 ചിത്രം എന്ന് പറയുന്നത് 3 കഥയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കൾച്ചർ വന്നിട്ട് റസ്റ്റിക് ലൈഫാണ് വെളിപ്പെടുത്തുന്നത്. റസ്റ്റിക് ലൈഫിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി, ഹംബിൾ, നൊബിലിറ്റി, അങ്ങനെയെല്ലാം ഇതിൻ്റെ മെയിൻ തീംസാണ്. അപ്പോൾ അന്നത്തെ പണ്ട് കാലത്തെ ഗ്രീക്ക് കൾച്ചറിൻ്റെ ഒരു റസ്റ്റിക് ലൈഫ്, ആറ്റിടയന്മാരുടെ ലൈഫാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ റസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആരാ? ആറ്റിടയന്മാർ. അവരുടെ ഒരു സിമ്പിൾ ലൈഫാണ് അതിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 പിക്ചറാണിത്. അപ്പോൾ ഈ പോയത്തിൻ്റെ ലൈൻ ടു ലൈൻ ഡിസ്ക്രിപ്ഷനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇനിയൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ പറയില്ലേ, ഒരു സമ്മറി മാത്രമാണ്. അപ്പോൾ ഏകദേശം സമ്മറി മനസ്സിലാക്കി കഴിഞ്ഞാൽ പോയത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് ആ 3 പിക്ചറിൻ്റെ കാര്യം എന്താണെന്ന് മാത്രം പറയാം. ഒരു പിക്ചർ എന്താ വെച്ചാൽ ഒരു സെലിബ്രേഷൻ, നല്ലൊരു ഫെസ്റ്റിവലിനെയാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ പിക്ചർ വന്നിട്ട് ലവേഴ്സ്, അവരുടെ ഒരു
ലൈഫ് എങ്ങനെയാണെന്ന്. അപ്പോൾ ലവേഴ്സ് ഒരു എവർഗ്രീൻ ഫോറസ്റ്റിലിരിക്കുന്ന ഒരു സീന്. പിന്നെ ഇനിയൊരു പിക്ചർ, അവസാനത്തെ പിക്ചർ എന്താ വെച്ചാൽ ഒരു റിലീജിയസ് സെറിമണിയാണ്. ഒരു പശുക്കുട്ടീനെ ബലി കൊടുക്കാൻ പോകുന്നൊരു സീനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആറ്റിടയന്മാരുടെ അന്നത്തെ വിശ്വാസങ്ങൾ, ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രം കണ്ടിട്ട്, അപ്പോൾ ഏണിനെ കണ്ടിട്ട് കീറ്റ്സിന് ആകെ കൂടെ അത്ഭുതവും ഇൻസ്പിറേഷനും എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് വന്നു. അപ്പോൾ പോയറ്റ്സിൻ്റെ രീതി എന്താ വെച്ചാൽ ഇൻസ്പിറേഷൻ്റെ പ്രൊഡക്റ്റാണ് അവരുടെ ഈ പോയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ കണ്ട അവർ ആസ്വദിക്കുന്നത് അതവർ വെളിപ്പെടുത്തും. അപ്പോൾ കീറ്റ്സ് ഇതിലൊരു കാര്യം ഉറപ്പിച്ച് പറയുക, പ്രകൃതി തന്നെയാണ് ഇത് എന്ന് വേണം പറയാൻ. ഒരു ചരിത്രകാരനും ഇതുപോലെ ഭംഗിയായിട്ട് ചരിത്രം എഴുതാൻ പറ്റില്ല. അപ്പോൾ ദോ സ്റ്റിൽ അൺറാവിഷ്ഡ് ചൈൽഡ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ലൈന് അങ്ങനെ എന്താ വെച്ചാൽ ഗ്രീക്ക് ആ ഏണിനെ നോക്കി പറയാണ്, സമയം നിൻ്റെ ഭംഗിനെ മാറ്റിയിട്ടില്ല, കാലത്തിൻ്റെ പഴക്കം നിൻ്റെ ഭംഗിനെ അനക്കിയിട്ടില്ല. അപ്പോൾ സമയം, പ്രകൃതി ഇത് നിന്നെ ഫോസ്റ്റർ ചൈൽഡായിട്ട് ദത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പുത്രിയാണ് നീ. അപ്പോൾ ഈ ഏൺ എന്താ വെച്ചാൽ കാലപ്പഴക്കം കൊണ്ട് നശിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചരിത്രകാരനും ഇതുപോലെ ഭംഗിയായിട്ടൊരു ചരിത്രം വെളിപ്പെടുത്താൻ പറ്റില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഏൺ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ഥലം ആദ്യത്തെ ചിത്രത്തിലേക്ക് ഇനി പോവാണ്. ഒരു സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ ഏതാണ് സ്ഥലം എന്ന് കീറ്റ്സിന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു റസ്റ്റിക്കിൻ്റെ ഏരിയ ആണല്ലോ. ഏതാ ഇത് സ്ഥലം? ടൈംപ് അതോ ആർക്കഡി? എവിടെയാണെന്ന് അറിയുന്നില്ല. പക്ഷെ അത്ര ക്വയറ്റായിട്ടും കാണാൻ തന്നെ മനസ്സിന് ശാന്തവും സമാധാനം തരുന്നൊരു നല്ല സ്ഥലമാണ്. അതിൽ എന്താണ് ആ ഫെസ്റ്റിവലിൽ കാണിക്കുന്നത് വെച്ചാൽ ഒരു മാരേജ് പ്രപ്പോസൽ നടത്തുന്നത്. കന്യകമാരിങ്ങനെ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ദൈവങ്ങളാണെന്ന് തോന്നുന്നു. ആരാ അതെന്നൊന്നും കിഡ്സിന് മനസ്സിലാവുന്നില്ല. പക്ഷേ കുറേ പേര് ഈ സ്ത്രീകളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഈ സ്ത്രീകളിങ്ങനെ ഓടുകയാണ്. ഒരു സന്തോഷമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ. ഏതാണ് ഈ ദൈവം അറിയുന്നില്ല. പക്ഷേ എന്തായാലും ഇവരുടെ ഈ സന്തോഷത്തിനും ഈ സെലിബ്രേഷനും ഒരു അവസാനം ഇല്ല. അപ്പോൾ ഇതിൽ കിഡ്സ് എങ്ങനെയാണ് കൂടുതൽ വർണ്ണിച്ചിരിക്കുന്നത് വെച്ചാൽ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൊത്തുപണി ചെയ്ത ഒരു പാത്രമാവട്ടെ, എന്ത് വസ്തു ആവട്ടെ, ശില്പി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ശില്പി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാധനത്തിനെ നമ്മൾ തൊട്ടതായിട്ട് അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, തൊട്ടതായിട്ട് പണിയെടുത്തിട്ടുണ്ട് വെച്ചാൽ തൊട്ടു എന്നാണ്. തൊടാൻ വരുന്നത് പോലെയാണെങ്കിൽ ഒരു ദിവസം അടുത്തെത്തും. അപ്പോൾ കിഡ്സിൻ്റെ സങ്കല്പം അതാണ്. ഏത് കാലത്തും ഈ ഭംഗി, ഈ ഒരു പാത്രം നശിക്കില്ല. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ സെലിബ്രേഷൻ, അപ്പോൾ ഏത് ദൈവമാണ്, ഏത് സ്ത്രീകളാണ് അതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇതിനൊന്നും അവസാനമില്ല. നല്ല സന്തോഷവും ഒക്കെയാണ് കൂടുതൽ ഇതിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇനിയൊരു അത്ഭുതം എന്താ കണ്ടത് വെച്ചാൽ മ്യൂസീഷ്യൻസ് അവരിങ്ങനെ അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയാണ്. പക്ഷേ നല്ലൊരു പാട്ടാണ് വായിക്കുന്നത് അറിയുന്നുണ്ട്. പക്ഷെ എന്താണ്, കേൾക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു സ്റ്റാച്ചു അല്ലേ, വെറും ഒരു ആർട്ട് മാത്രമാണ്. പക്ഷേ കിഡ്സിന് തോന്നുകയാണ് പുറമേ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റേണൽ പവർ. അപ്പോൾ എങ്ങനെ തന്നെയാണെങ്കിലും ഫിസിക്കൽ ഇയറിന് കേൾക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെതായ സെൻസ്, അപ്പോൾ മനസ്സിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കിഡ്സിനൊരു കുഴപ്പം എന്താ തോന്നണ വെച്ചാൽ എന്നാലും ഈ മ്യൂസീഷ്യൻസ് വായിക്കുന്നത് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിലോ, അത് എത്ര നന്നായി തന്നെ. പക്ഷെ അതിനും ദുഃഖമില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ എപ്പോഴും അങ്ങനെ വെച്ചാൽ കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം പറയണ പോലെ കേട്ടത് മനോഹരം കേൾക്കാത്തതോ അതിമനോഹരം.
അതാണ് ഈ ഒരു ലൈനും വേൾഡ് ഫേമസ് ആണ്. ഹേർഡ് മെലോഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ സ്റ്റിൽ. അപ്പോൾ കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം. അപ്പോൾ പൈപ്സ് പ്ലേ ഓൺ. എന്തായാലും മ്യൂസീഷ്യൻസ് വിചാരിച്ചാലും അവരുടെ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നത് നിർത്താൻ പറ്റില്ല. കാരണം ആർട്ടിസ്റ്റ് അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ലൈഫ് ലോങ് ഈ ഭൂമിയുള്ള നിലനിൽക്കുന്ന കാലം മൊത്തവും നിങ്ങളെ കൊണ്ട് വായിക്കുന്നത് നിർത്താൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ വായിക്കുക. അങ്ങനെ അടുത്ത പിക്ചർ നോക്കുമ്പോൾ ഒരു കാട് എന്ന ഫോറസ്റ്റാണ്. ഏത് കാലത്തും സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ അത് എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഏത് കാലവും നമുക്ക് സ്ഥിരമല്ല. പക്ഷേ ഇതിൽ കാണുന്നത് എന്താ വെച്ചാൽ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഒരു എവർ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് എവർ ഗ്രീൻ എന്ന് പറയുന്നത്? ഈ സ്പ്രിംഗ് സീസൺ ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്താ വെച്ചാൽ ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഒരു എവർ ഗ്രീൻ ഫോറസ്റ്റാണ്. എന്താ വെച്ചാൽ ഒരു ഇല പോലും എന്തായാലും കൊഴിയില്ല. കാരണം ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പച്ചപ്പ് ഉള്ളതാണ്. ഇറ്റ് ഈസ് ഓൾവേസ് സ്പ്രിംഗ് ദർ. അപ്പോൾ ഒരു കാലത്തും ആ കാടിന് നാശം വരുന്നില്ല. എന്നാൽ സന്തോഷം തോന്നുന്ന ഇനിയൊരു കാഴ്ച എന്താ വെച്ചാൽ സെക്കൻഡ് പിക്ചർ ലവേഴ്സാണ്. ഒരു ആണ് വന്നിട്ട് അയാളുടെ ലവറിനെ കാമുകിയുടെ അടുത്ത് പോകാൻ നോക്കുക. കിസ് ചെയ്യാൻ അടുത്തേക്ക് വരെ എത്തി, എന്നാൽ തൊടാൻ പറ്റില്ല. എന്താ വെച്ചാൽ കിസ് ചെയ്യാൻ അവളെ പോകുന്നതിൻ്റെ അടുത്ത് വരയ്ക്കും വരച്ചിട്ട് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മൂമെൻറ്റിനെ ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലവേഴ്സ് ഇരിക്കുന്ന ആ ഒരു സീൻ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ലവറിന് അദ്ദേഹത്തിൻ്റെ ലേഡി ലവിനെ തൊടാൻ വരുന്നത് വരയ്ക്കുവാണ് ആ സീൻ വരച്ചിരിക്കുന്നത്. പക്ഷേ കീറ്റ്സ് സമാധാനപ്പെടുത്തുക. എന്തായാലും ആ ആണിൻ്റെ അടുത്ത് പറയുക, നീ സങ്കടപ്പെടണ്ട. എന്താ വച്ചാൽ നീ എത്താനുള്ള ശ്രമം നടത്തുന്നില്ലേ? എന്നെങ്കിലും ഒരു ദിവസം നീ അവളുടെ അടുത്ത് എത്തും. കാരണം ഈ ഒരു ആർട്ടിന് നാശമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, എന്നെങ്കിലും ഒരു ദിവസം നീ അവളെ തൊടാൻ പറ്റും. യു വിൽ ബി ഏബിൾ ടു കിസ് ഹർ വൺ ഡേ. ഒരിക്കലും നീ സങ്കടപ്പെടണ്ട. ആൻഡ് ഹർ ബ്യൂട്ടി വിൽ നോട്ട് ബി ലോസ്റ്റ് ഫോർ എവർ. ഒരു കാലത്തും നിൻ്റെ ലവറിൻ്റെ ഭംഗി നശിക്കുന്നില്ല. കാരണം ആർട്ട് ആ രീതിയിലാണ്. അപ്പോൾ ഫെയർ ലവേഴ്സ്, സ്വീറ്റ് മ്യൂസിക്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പിക്ചറിൽ കിഡ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. ഇനി അവസാനത്തെ പിക്ചറിൽ പോകുമ്പോൾ ഒരു ടൗണ്, അതിന്ന് കുറച്ച് അകന്ന് നിന്നിട്ടും ഇനിയൊരു സെറിമണി നടക്കുകയാണ്. ടൗണിൽ നോക്കുമ്പോൾ ആരും ഇല്ല. ഏതാ സ്ഥലമൊന്നും അങ്ങോട്ട് തിരിച്ചറിയുന്നില്ല. എല്ലാവരും എവിടെ പോയി എന്ന് നോക്കുമ്പോൾ ഒരു റിലീജിയസ് സെറിമണിയാണ് നടക്കുന്നത്. ഒരു സൈഫർ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പശുക്കുട്ടീനെ ഒരു കർമ്മത്തിന് കൊണ്ടുപോവാണ്, ബലി കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചടങ്ങിന് പങ്കെടുക്കാനാണ് പോയിരിക്കുന്നത്. ആ ടൗണിലോ ഒരു ആളനക്കവും ഇല്ല. ഏത് കാലത്തും ആ ടൗണിൽ ആൾക്കാർ നിറയാൻ പോകുന്നില്ല. ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് വരയ്ക്കുമാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിച്വലും കൂടെ പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ഇപ്പോൾ കീറ്റ്സ് അവസാനം എന്താ പറയുന്നത് വെച്ചാൽ, ബ്യൂട്ടിയും ട്രൂത്തും വേറെ വേറെയല്ല. സത്യമാണ് ഭംഗി, ഭംഗിയാണ് സത്യം. അപ്പോൾ ഏണിൻ്റെ അടുത്ത് കീറ്റ്സിന് അവസാനം ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. എന്തായാലും നീ ഒരു കോൾഡ് പാസ്റ്റോറൽ എന്ന് പറയുന്നുണ്ട്. പാസ്റ്റോറൽ ലൈഫിനെ, ആട്ടിടയന്മാരുടെ ലൈഫിനെ കറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഒരു കാലത്തും ആ ഒരു കലങ്കമില്ലാതെ നല്ല രീതിക്ക് ഇങ്ങനെ ഷെപ്പേർഡ് ലൈഫ് ആസ്വദിക്കാൻ അവർക്ക് പറ്റുന്നത്, ആർട്ടിനും നാശമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ
ഇതിലെന്താ മെയിൻ പറയുന്നത് വെച്ചാൽ, ഇന്ന് ഏണിൻ്റെ അടുത്ത് അഡ്രസ്സ് ചെയ്ത് പറയണം, നീ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ബ്യൂട്ടി ഈസ് ട്രൂത്ത്. ഇന്ന് എന്നെ നീ പഠിപ്പിച്ചു ഈ ഒരു കാര്യം. ഭംഗി എന്നുള്ളത് ഒരു കാലത്തും നശിക്കുന്നതല്ല. ഇന്ന് എന്നെ നീ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അതുപോലെ ഫ്യൂച്ചറിൽ ജനറേഷൻസ് ഇനി നിറയെ വരും. ഇന്ന് എന്നെ നീ പഠിപ്പിച്ച ഈ ഒരു കാര്യം നാളെ അവരെയും നീ പഠിപ്പിക്കണം. അപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ആൾക്കാരിനെയും, ഭാവിയിൽ വരാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നീ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. എനിക്കെന്താ നീ പറഞ്ഞെന്ന്? അതായത് ട്രൂത്ത് ഈസ് ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി ട്രൂത്ത്, യെറ്റ് യെ ഓൾ നീഡ് ടു നോ. ഇത് തന്നെയാണ് നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന്. പിന്നെ ക്രിട്ടിക്സ് വന്നിട്ട് ഇത് നമ്മളുടെ ഇന്ത്യൻ മിത്തോളജിയിലും ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. ട്രൂത്ത് എന്ന് പറയുന്നത് ശിവൻ, ബ്യൂട്ടി എന്ന് പറയുന്നത് ശക്തി. അർദ്ധനാരീശ്വരൻ കൺസെപ്റ്റ്, ട്രൂത്ത് വേറെ ബ്യൂട്ടി വേറെ അല്ല, രണ്ടും ഒന്നാണ്. എങ്ങനെയാണ് ശിവനും പാർവതിയും ഒന്ന് എന്നുള്ളത് അർദ്ധനാരീശ്വരനിൽ വെളിപ്പെടുത്തുന്നത്, അതുപോലെ ലൈഫിൻ്റെ രണ്ട് സൈഡും അത് വേറെ വേറെയല്ല, ഒന്നാണ് ട്രൂത്ത് ബ്യൂട്ടി. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനിലും പറഞ്ഞ് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.